ഇത് കേരളത്തിലെ മാത്രം കാഴ്ചയാണ്. ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും പോയി തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇത് കേരളത്തിലെ മാത്രം കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ പ്രചരണം പൂർത്തിയാവുന്ന ദിവസമുള്ള കലാശക്കൊട്ട് ജനാധിപത്യത്തിന്റെ അത് ആഘോഷമാക്കൽ എന്നുള്ളത് കേരളത്തെ മാത്രം കാഴ്ച. അത് നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിന്റെ എത്രത്തോളം ഫെസ്റ്റീവാണ് നമ്മളെ ജനാധിപത്യത്തെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നത് എന്നതിന് തെളിവ് കൂടിയാവുന്നുണ്ട്. തെരുവുകളിൽ നിറയുന്ന ഈ ജനാരവം, ഈ ഘോഷം, ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാത്രമല്ല ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസത്തെ കുട്ടിക്കലാശം തികച്ചും സമാധാനപരമായിരിക്കണം എന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവും നോക്കണം എന്നൊക്കെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഷാജഹാൻ നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അവിടെ ആ നിർദ്ദേശത്തിന് വിരുദ്ധമായി എന്തോ സംഭവിക്കുന്നുണ്ടാവും. ഞാൻ പറയാൻ വന്നത് എല്ലായിടത്തും സമാധാനപരമാണെന്ന് പറയാൻ വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ഹെൽമെറ്റ് ഇട്ട പോലീസുകാരെ കാണുന്നുണ്ട്. അവിടെ എന്തോ ചെറിയ ചില പ്രശ്നമാണോ എന്നൊരു സംശയം. കൊല്ലത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ മാത്രമല്ല, ഇതിപ്പോൾ ഗ്രൗണ്ടിൽ അത്രത്തോളം ആളുകൾ തടിച്ചു കൂടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിത് പൂർണ്ണമായി സമാധാനപരമാണെന്ന് പറയാൻ ജസ്റ്റ് ഇങ്ങനെ വരുമായിരുന്നു. അതിനിടയിലാണ് അവിടെ കൊല്ലത്ത് നിന്ന് പോലീസുകാർ വന്ന് ആരെയോ 3-4 പേരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അതേതെങ്കിലും തരത്തിൽ സംഘർഷമാണോ എന്നാൽ സംഘർഷമൊന്നും ആയിട്ടില്ല. സംഘർഷം ആവാതിരിക്കട്ടെ. മാത്രമല്ല, ഇത് ഇത്രയും ചാർജ്ഡായി ഈ കഴിഞ്ഞ 3 ആഴ്ചക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരുപാട് വിഷയങ്ങൾ. ആ മുടിയൊക്കെ വളർത്തി ചേട്ടൻ കാണുന്ന ഒരേ നൃത്തം, ഒരേ കളി, ഒരേ ഡാൻസാണ് ചേട്ടൻ കളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ 3 ആഴ്ചക്കാലം പല വിഷയങ്ങളിൽ നേർക്കുന്നവർ ഏറ്റുമുട്ടിയവരാണ്, നേർക്കുന്നവർ വാക്കുകൊണ്ട് ഏറ്റുമുട്ടിയവരാണ്. അപ്പോൾ വാക്കുകൊണ്ട് ഏറ്റുമുട്ടലിനൊടുവിൽ അതിൻ്റെ കുട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ ചില കശപിശയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ. അരുൺരാജ് കൊല്ലത്തും ചേരുന്നു. അരുൺ, കൊല്ലത്ത് മിക്കുറി നടന്ന തീപാറും പ്രചരണക്കാലമായിരുന്നു കണ്ടത്. കോട്ടയാണെങ്കിലും കോട്ടകൾ പൊളിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ആ പ്രചരണ കാലത്തിന്റെ ആവേശം കൊട്ടിക്കലാശത്തിൽ റോഡിൽ കാണാനുണ്ടോ? അക്ഷരാർത്ഥത്തിൽ ആവേശത്തിമർപ്പിലാണ് 3 പാർട്ടികളും ഇവിടേക്ക് എത്തിച്ചേർന്നതോടെ ആവേശം അത് അണതല്ലി മറിയുകയാണ്. കാരണം ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു വശത്ത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ, മറുവശത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അങ്ങനെ ആവേശം കൊടുമുടിയിലേക്ക് എത്തുന്ന കാഴ്ച. ഈ കൊല്ലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് UDF അവകാശപ്പെടുന്നതെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇടതുപക്ഷം. കണക്കുകളിൽ മാത്രം അരികൂട്ടി ഫലത്തിൽ നിർണായകമാകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് BJP കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ ആവേശത്തിലാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അത്രയധികം ആവേശം. ജനം പൂർണ്ണമായും തെരുവിലേക്ക് ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി ജനാധിപത്യത്തിന്റെ മഹോത്സവം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതിലെ വലിയ ആവേശം. കാരണം കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഈ പ്രചരണ ദൃശ്യം അതാണ്. ഓരോ സാധാരണ പ്രവർത്തകരും അതിന്റെ പ്രചരണം പൂർണ്ണമായും വോട്ടുറപ്പിക്കാൻ മുന്നണികളുടെ നെട്ടോട്ടം കണ്ട 3 ആഴ്ചക്കാലത്തിന് ശേഷം നടക്കുന്ന കുട്ടിക്കലാശമാണ്. ഒരു കുഞ്ഞൊക്കെ അവിടെ നിൽക്കുന്ന കുറെ കുഞ്ഞുങ്ങളെ കുറെ കുഞ്ഞുങ്ങളുടെ നിഷ്കളമായി ഇതെന്താ ഇത് എന്ന് നോക്കുന്നവരെ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടു. എന്തായാലും ആര് പായും, ആര് കീയും, അല്ലെങ്കിൽ ആര് വാഴും, ആര് വീഴും, അല്ലെങ്കിൽ ആര് കുതിപ്പും, ആര് കിതയ്ക്കും എന്നൊക്കെ അറിയാനുള്ള കണക്കെടുപ്പിന്റെ തൊട്ട് തലേനാളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.